ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ ചാപ്റ്ററിലെ ജോമെട്രി ആൻഡ് ഓൾജിബ്രയിലെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകും എക്സാം ഓറിയൻറ്റഡ്. ഇൻ ദ ഫിഗർ കോർഡിനേറ്റ് ഓഫ് ടു വെർട്ടിസസ് ഓഫ് എ റോംബസ് ആർ 1, 2 ആൻഡ് സി 7, 2. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കോർഡിനേറ്റ് ഓഫ് മിഡ് പോയിന്റ് ഓഫ് ഡയഗണൽ AC. ഇവിടെ ഒരു റോംബസ് തന്നിട്ടുണ്ട്, അതിൻ്റെ എയും സിയും പോയിന്റ് തന്നിട്ടുണ്ട്. A-1 2, C7 2. നമ്മളോട് മിഡ് പോയിന്റ് ഓഫ് AC കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു റോംബസ് ആണ്. റോംബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോംബസ് എന്ന് പറഞ്ഞാൽ 4 സൈഡ്സും ഈക്വൽ ആയിരിക്കും. നമ്മുടെ സ്ക്വയർ ഇല്ലേ, സ്ക്വയർ തന്നെയാണ്. സ്ക്വയറിന്റെ 4 സൈഡ്സും ഈക്വൽ ആണല്ലോ. പക്ഷെ സ്ക്വയറിന് ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 2 സൈഡ്സ് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. പക്ഷെ നമുക്ക് റോംബസ് ഇങ്ങനെ ചരിഞ്ഞ് വരും കേട്ടോ. അതായത് ആംഗിള് 90 ആയിരിക്കത്തില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഒരു വ്യത്യാസമുണ്ട്, ഇവിടെ ഡയഗണൽസ് ഈക്വൽ ആയിരിക്കത്തില്ല. അത് നമുക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നമുക്കിപ്പോൾ റോംബസ്, ഇവിടെ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി, ഇത് റോംബസ് ആണ്, ഇതിന്റെ ഡയഗണൽസ് ബൈസെക്ട് ടീച്ചറാണ്. അത് അടുത്ത ഭാഗത്തേക്ക് വരുന്നതാണ്. ഇപ്പൊ ഇത്ര ഓർക്കുക, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് AC, റൈറ്റ് ദ കോർഡിനേറ്റ് ഓഫ് ദ മിഡ് പോയിന്റ് ഓഫ് AC. ACയുടെ ഇത് ഡയഗണൽ ആണല്ലോ, ആ ഡയഗണലിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. ഞാൻ ഇതിപ്പോൾ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാതെ, എയും സിയും -1 2 7 2 മിഡ് പോയിന്റ് കണ്ടുപിടിക്കുകയാണ്. ഞാൻ അതിന് പോയിന്റ് P നമുക്ക് കൊടുക്കുക. മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്നാ? മിഡ് പോയിന്റ് നിങ്ങൾക്കറിയാം, മിഡ് പോയിന്റ് ഈസ് ഈക്വൽ ടു x1 + x2 / 2 y1 + y2 / 2. x1 y1 ഒക്കെ ഇടണ്ടേ, ഇല്ലെങ്കിൽ ആകെപ്പാടെ തിരിഞ്ഞു പോകും ഇല്ലേ? ഓക്കെ, ഈസ് ഈക്വൽ ടു x1 എത്രയാ? -1 + x2 7 / 2. ഇനി y1 എത്രയാ? 2 + y2 2 / 2 ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കിയേ, -1 7, ഒരു മൈനസ് ഒരു പ്ലസ്. എന്ത് ചെയ്യും? മൈനസ് ചെയ്തിട്ട് അല്ലേ, പ്ലസ് മൈനസ് വന്ന് തന്നെ ചെയ്യും. മൈനസ് ചെയ്തിട്ട് വലുതിന്റെ സൈൻ മൈനസ് ചെയ്ത് 7 ന്ന് 1 പോകുക എത്രയാ? 6. വലുതാരാ? 7. 7ന്റെ സൈൻ എന്നാ? പ്ലസ്. 6 / 2. ഇവിടെ അതിന്റെ ആവശ്യമില്ല. 2 + 2 4 / 2. ഇത് ക്യാൻസൽ ആയി പോയില്ലേ? അപ്പൊ ആൻസർ എത്രയാ? 3 2. നമുക്ക് മിഡ് പോയിന്റ് കിട്ടി. എത്രയാണ്? ഇവിടെ ഈ പോയിന്റ് 3 2 എന്ന് കിട്ടി. അതായത് ഇവിടെ നമുക്ക് 3 2. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആണ്. വെറുതെ നമ്മൾ കാൽക്കുലേഷൻ പോയിന്റിന്റെ ഫോർമുല ആയിട്ട് അങ്ങ് ചെയ്താൽ മതി. ഇനി നമുക്കിതിന്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. ഇഫ് ദ ലെങ്ത് ഓഫ് ദ ഡയഗണൽ BD ഈസ് 6. BD ഏതാണ്? ഈ ലെങ്ത് എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? 6 ആണെങ്കിൽ റൈറ്റ് ദ കോർഡിനേറ്റ് ഓഫ് അതർ 2 വെർട്ടിസസ്. അതായത് ബിയും ഡിയും നമുക്ക് എഴുതണം. ഇത് 6 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം ഈ AC എന്ന് പറയുന്നത്, ഇതിപ്പോ ഒരു നമ്മൾ വരയ്ക്കുന്ന X ആക്സിസും Y ആക്സിസും ഉണ്ടല്ലോ. നമ്മൾ X ആക്സിസും Y ആക്സിസും ഇതിന് വരച്ചു കഴിഞ്ഞാൽ AC എന്ന് പറയുന്നത് ആർക്ക് പാരലായിട്ടാണ് കിടക്കുന്നത്? AC X ആക്സിസിന് പാരലും, അതുപോലെ ഡയഗണൽ BD എന്ന് പറയുന്നത് Y ആക്സിസ്, ഇത് X ആക്സിസ്, Y ആക്സിസിന് പാരലായിട്ട് കിടക്കുന്നത്. ഓക്കെ, ഈ പോയിന്റ് കണ്ടോ, നമ്മളിപ്പോ P എന്നെടുത്ത ഈ പോയിന്റ് അത് എത്രയാണ്? 3 2 എന്നാ പറഞ്ഞത്. 3 2 നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയേ. അപ്പൊ ഇവിടെ 3 എന്ന് പറയുന്നത് X കിടക്കുന്ന പോയിന്റും 2 എന്ന് പറയുന്നത് Y കിടക്കുന്ന പോയിന്റും അല്ലേ? അതായത് നമ്മളിപ്പോ 3 2 നമ്മൾ മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇങ്ങനെ 1 2 3, അതായത് ഇവിടെ ഒറിജിൻ ആണെങ്കിൽ 0 നിന്ന് ഇവിടെ 3 വരെ അല്ലേ? അങ്ങനല്ല അടയാളപ്പെടുത്തുന്നത്. X എങ്ങനെ അടയാളപ്പെടുത്തുന്നത്? Y എന്ന് നമ്മൾ റൈറ്റിലോട്ടും, ഇനി Y അടയാളപ്പെടുത്തുന്നതാണല്ലോ. ഇപ്പൊ 2 എന്ന് പറയുകയാണെങ്കിൽ ഏതാണ്? ഇവിടെ ഇതിപ്പോ 1 2, ഈ ഡിസ്റ്റൻസ്, അതായത് നമ്മൾ Yയിൽ നിന്ന് 2 മാറി ഇവിടെ അടയാളപ്പെടുത്തും. ഞാൻ ഇത് വരയ്ക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, എങ്ങനെയാന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, അറിയാമല്ലോ. അപ്പം AC എന്ന് പറയുന്നത് Xന് പാരലും BD എന്ന് പറയുന്നത് Yക്ക് പാരലുമായിട്ടാണ് കിടക്കുന്നത്. അപ്പം ഈ 3 2 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയാണ് P എന്ന് പറയുന്ന പോയിന്റ് കിടക്കുന്നത്? 3 അല്ലേ? അപ്പം ഈ ബിയും ഡിയും സെയിം ലെവലിൽ തന്നെയാണ് കിടക്കുന്നത് ആണല്ലോ. അപ്പൊ ഇവരുടെ X എത്ര തന്നെയായിരിക്കും? അവരുടെ X എത്ര തന്നെയായിരിക്കും? 3 തന്നെയായിരിക്കും. നോക്കി, ഇത് ഒറ്റ ലൈനിൽ കിടക്കുന്ന പോയിന്റുകളാണ് BPD. അതായത് പിയുടെ നമ്മളിപ്പോ കണ്ടുപിടിച്ചു 3 2 എന്ന് പറഞ്ഞു. അതായത് X
3, അതായത് ഇവിടുന്ന് ഇത്രയും ഡിസ്റ്റൻസ് മാറിയാണ് 3 മാറിയാണ് കിടക്കുന്നത്. അതേ സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് ബിയും ഡിയും കിടക്കുന്നത്. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെ എക്സ് എത്രയായിരിക്കും? ഇവരുടെ എക്സ് 3 ആയിരിക്കും, ഇവരുടെ എക്സ് 3 ആയിരിക്കും. കേട്ടോ, നമുക്ക് എക്സ് കിട്ടി. ഇനി നമുക്കൊരു വൈ നോക്കാം. ഓക്കെ, ഇവരുടെ ഡിസ്റ്റൻസ് ഇത് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? ബി ഡി എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 6 ആന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ റോംബസിന് ഒരു പ്രത്യേകതയുണ്ട്, ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. ബൈസെക്ട് ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ കൃത്യം രണ്ടായിട്ട് മുറിക്കും. അപ്പൊ അതായത് അപ്പൊ പി ഡിയുടെ നീളം എത്രയാ? 3. ഈ പി ബിയുടെ നീളം എത്രയായിരിക്കും? 3. മൊത്തം 6 ആണ്. ഇത് കറക്റ്റ് രണ്ടായിട്ടാ മുറിക്കുന്നെങ്കിൽ ഈ നീളം എത്രയായിരിക്കും? ഇവിടെ തൊട്ട് ഇവിടെ വരെ നമുക്ക് 3 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ഈ ഡിസ്റ്റൻസ് എത്രയെന്ന് കിട്ടും? 3 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഇവിടുത്തെ വൈ എത്രയാ? ഈ പിയുടെ വൈ എത്രയാ? 2 ആണോ? 2 ആന്ന് കിട്ടിയിട്ടില്ലേ ഡിസ്റ്റൻസ്? അതായത് നമ്മുടെ ഒറിജിനിൽ നിന്ന് 2 ഡിസ്റ്റൻസ് പൊക്കത്തിലാണ് ഇത് കിടക്കുന്നത്. അപ്പം അവിടുന്ന് എത്ര ദൂരം പൊക്കത്തിലാണ് ഡി കിടക്കുന്നത്? ഈ ഡിസ്റ്റൻസ് ദൂരമല്ലേ? ഈ ഡിസ്റ്റൻസ് ഇപ്പൊ നമുക്ക് എത്ര എന്ന് കിട്ടി? 3. അപ്പൊ ഇവിടം വരെ 2, അതുകൊണ്ട് 3. അപ്പൊ 3 + 2 5. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. നോക്കിയേ, ഈ ഡിസ്റ്റൻസ്, ഇവിടുത്തെ ഈ മിഡ് പോയിന്റ് ഡിസ്റ്റൻസ് നമുക്ക് വൈയുടെ വാല്യൂ 2 എന്ന് കിട്ടിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇത് ഇവിടുന്ന് എക്സിന്ന് 2 ഡിസ്റ്റൻസ് മേളിലോട്ടാണ് കിടക്കുന്നത്. അവിടുന്ന് 3 ഡിസ്റ്റൻസ് മേളിലാണ് ഡി. അത് നമുക്ക് എങ്ങനെ കിട്ടി? ഇതിന്റെ ഡിസ്റ്റൻസ് ബി ഡിയുടെ നീളം 6 ആന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഡയഗണൽ ബൈസെക്ട് ഈച്ച് അതർ ആണ്, അതായത് കറക്റ്റ് രണ്ടായിട്ട് മുറിക്കും. അപ്പൊ ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം 3 ആയിരിക്കും. അങ്ങനെ ഈ 3 + 2 ആണ് ഇവിടെ 5 എന്ന് കിട്ടിയത്. അപ്പൊ അതേപോലെ തന്നെയല്ലേ ബിയുടെ പോയിന്റും? ഈ 2-ൽ നിന്ന് തന്നെ എത്ര യൂണിറ്റ് താഴോട്ട് മാറിയാ കിടക്കുന്നത്? ഇങ്ങോട്ടും 3 യൂണിറ്റ് മാറിയാ കിടക്കുന്നത്. താഴോട്ടായതുകൊണ്ട് നമ്മൾ അതിനെ ആഡ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, മൈനസ് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ കേസിൽ ഇവിടെ എന്താ ചെയ്തത്? ഇങ്ങോട്ട് എഴുതട്ടെ. 3 + 2 ആണ് നമുക്ക് 5 എന്ന് കിട്ടിയത്, ഇത് കിട്ടിയത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 2 ഉണ്ട്, 2 - 3 എന്ന് ചെയ്യും. അപ്പൊ എത്ര ഒരു ആൻസർ? -1 ആണോ? അല്ലേ? ഒരു പ്ലസും ഒരു മൈനസും മൈനസ് ചെയ്തിട്ട് വലുതിന്റെ സൈൻ, ഇവിടെ 3 വലുതായിട്ട് -1. അപ്പൊ ബിയുടെ വാല്യൂ എത്രയാണ്? -1. സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇവിടുന്ന് മേളിലോട്ടുള്ളത് 3 ആഡ് ചെയ്യുന്നു. ഇവിടെ വൈയുടെ വാല്യൂ ഇവിടെ 2 ആണ്. താഴോട്ടുള്ള പോയിന്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ 2ഉം ഈ ഡിസ്റ്റൻസ് 3 ആയതുകൊണ്ട് ആ 3 മൈനസ് ആണ് ചെയ്യുന്നത്. 2 - 3, അതാണ് -1 എന്ന് കിട്ടിയത്. ഓക്കെ, പ്രയാസം ഒന്നും ഓർത്ത് ടെൻഷൻ എടുക്കണ്ട, ഒന്നുമില്ല. നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കിയേ, ഈ ഭാഗം തന്നെ ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കിയേ, അത് മനസ്സിലാകും. അപ്പൊ നമുക്ക് കിട്ടി എന്തൊക്കെയാണ്, ആരുടെയൊക്കെ പോയിന്റ് കിട്ടി. അപ്പൊ നമുക്ക് എഴുതാം, ബി എത്രയാണ്? വെർട്ടിസസ് ഓഫ് ബി ഈസ് ഈക്വൽ ടു 3 - 1 ആൻഡ് വെർട്ടിസസ് ഓഫ് ഡി ഈസ് ഈക്വൽ ടു 3 5 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ തേർഡ് പാർട്ട് നോക്കാം. ഈ റോംബസിന്റെ ആ പ്രോപ്പർട്ടി നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ, എന്നാലേ നമുക്കത് ആ ഡയഗണൽ ബൈസെക്ട് ഈച്ച് അതർ എന്നുള്ള പ്രോപ്പർട്ടി വന്നത് കൊണ്ടാണ് നമുക്കിവിടെ പി ഡിയുടെ നീളവും പി ബിയും പകുതി 3 ആണ് മനസ്സിലായത്. ഇനി ഇത് തേർഡ് പാർട്ട് തന്നെയാണ്, കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് റോംബസ്. ഏതെങ്കിലും സൈഡ്, റോംബസിന്റെ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. കാരണം ഇത് നമ്മളല്ലേ സ്ക്വയർ തന്നെയാണ്. സ്ക്വയറിന്റെ ആംഗിൾ 90 ആണെന്നേ ഉള്ളൂ. ഇത് 90 ആയിരിക്കില്ല, 90 കുറവായിരിക്കും അല്ലെങ്കിൽ കൂടുതലായിരിക്കും. അപ്പം ഇതിന്റെ സൈഡ്സുകളെല്ലാം റോംബസിന്റെ പ്രത്യേകതയാണ്, സൈഡ്സ് ആർ ഈക്വൽ. അപ്പൊ നമുക്ക് എ ബിയുടെ നീളം ഞാൻ ഇവിടെ കാണാൻ പോകുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എ ബി ആണ് കാണാൻ പോകുന്നത്. എ ബി ഞാൻ വരയ്ക്കാൻ പോവാണ്. എ ബി -1 2, ഇത് എത്രയാണ്? 3 - 1. ഇനി ഇത് ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുല എ ബി ഫിസിക്കൽ ഡിസ്റ്റൻസ് ഫോർമുല പോരെ. എന്താണ്? √(x2 - x1) the whole square plus y2 - y1 the whole square. നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും അല്ലേ, ഈ ടീച്ചർ എന്തിനാ പിന്നെ പറഞ്ഞോണ്ടിരിക്കും, ഞങ്ങൾക്ക് അറിയാമല്ലോ ഈ ഫോർമുല എന്നല്ലേ. പഠിച്ചെങ്കിൽ വലിയ കാര്യം, സന്തോഷം എനിക്ക്. പഠിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ഇങ്ങനെ സ്ഥിരമായിട്ട് പറയുമ്പോൾ നിങ്ങളത് പഠിക്കില്ലേ, ഇപ്പൊ പഠിച്ചില്ലേ? ഓക്കെ, ഇവിടെ നമുക്ക് കൊടുക്കാം x1 y1, ഇത് കൊടുക്കാം. മറക്കല്ലേ മക്കളെ, തെറ്റിപ്പോകും, മാറിപ്പോകും കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം, കൊടുത്തേ. x2 എത്രയാ? 3 - x1 എത്രയാ? -1 ആണ്, തെറ്റിക്കല്ലേ. ഓക്കെ, y2 എത്രയാണ്? -1, y1 എത്രയാണ്? +2 അല്ലേ. y2 പ്ലസ് അല്ല, y2 മൈനസ്, സോറി കൺഫ്യൂസ്ഡ്. ഓക്കെ, ഇനി അടുത്തേ
ഇവിടെ നോക്കിയേ 3 മൈനസ് -1. ഇവിടെ എന്താ ചെന്നേക്കുന്നേ? 2 മൈനസ് അടുത്ത് വന്നു. 2 മൈനസ് അടുത്ത് വരുമ്പോൾ അവർ തമ്മിൽ എന്ത് ചെയ്യണം? ഇൻഡു ചെയ്യണം. 2 മൈനസ് തമ്മിൽ ഇൻഡു ചെയ്താൽ എന്തായിട്ട് മാറും? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് സൈൻ. അപ്പം 3 + 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടെ നോക്കിയേ -1 -2. അപ്പൊ ഇത് ഇൻറ്റു ആണോ? അല്ലല്ലോ, 2 മൈനസ്, ഇത് -1 ഇത് -2. ഇത് ഇതുപോലെ അടുത്ത് വരുമ്പോഴായിട്ട് നമ്മൾ ഇൻറ്റു ചെയ്യുന്നത്. രണ്ട് സൈനുകൾ അടുത്ത് വരുമ്പോൾ പ്ലസ് ഇൻറ്റു ചെയ്യുക. ഇതുപോലെ വരുമ്പോൾ ഇത് പ്ലസ് അല്ല മൈനസ്. 2 മൈനസ് 1 എന്ത് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്? ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ. 2 + 3 2 + 1 3. എന്നിട്ട് എന്നാ കൊടുക്കണം? മൈനസ് സൈൻ ദ ഹോൾ സ്ക്വയർ. മനസ്സിലായോ? ഓക്കെ. അപ്പൊ 3 + 1 എത്രയാണ്? 4 സ്ക്വയർ പ്ലസ് -3 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ 16 പ്ലസ് -3 സ്ക്വയർ എത്രയാ? 9. എന്ത് 9? +9. അതെങ്ങനെയാ വന്നത്? കാണിച്ചു തരാം. നമുക്ക് അറിയാവുന്ന -3 എന്ന് പറഞ്ഞാൽ -3 × -3 എന്നല്ലേ? -3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ -3 × -3. ഓക്കെ. അപ്പൊ മൈനസ് മൈനസ് ഇൻറ്റു ചെയ്യുമ്പോൾ ഇൻറ്റു ചെയ്യുക. മൈനസ് മൈനസ് ഇൻറ്റു ചെയ്യുമ്പോൾ പ്ലസ് ആകും. 3 × 3 9. അങ്ങനെയാണ് ഇവിടെ 9 വന്നത് കേട്ടോ. ഓക്കെ. √25 = 5 യൂണിറ്റ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്രയാ? എ ബിയുടെ എത്രയാണ് ഡിസ്റ്റൻസ്? 5 യൂണിറ്റ്. നിങ്ങൾ ഏത് സൈഡ് BC DC അല്ലെ AD ഏത് വശങ്ങൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയാലും 5 യൂണിറ്റ് തന്നെ കിട്ടും. ഓക്കെ. മനസ്സിലായല്ലോ മക്കളെ എല്ലാവർക്കും? ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അതിനകത്ത് 3 പാർട്ട് വരുന്നുണ്ട്. ഒരു 5 മാർക്സിനൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്ക്. ഒന്നല്ല 2 പ്രാവശ്യം അങ്ങ് ചെയ്ത് നോക്ക്. അപ്പോഴത്തേക്ക് ഇത് നിങ്ങൾക്ക് തുറവാകും. ഓക്കെ. എന്നിട്ട് ഫുൾ മാർക്കും മേടിക്കണം കേട്ടോ. താങ്ക് യു.